നല്ല പെയിൻ ഉണ്ട്. അഡ്മിഷൻ ഹോസ്പിറ്റലിലേക്ക് പോട്ടെ. പരിക്കുണ്ട്. ശരി ശരി. ഞാൻ കേൾക്കാൻ റെയിൽവേ സ്റ്റേഷനിലാണ്. ഞാൻ റെയിൽവേ സ്റ്റേഷനിലോട്ട് കയറുമ്പോൾ ആദ്യം കുറച്ചുപേര് നടന്നു വന്നിട്ട് അവിടെ ഒന്നും തൊള്ളും ഉണ്ടായി. എനിക്കിപ്പോ പക്ഷെ ഞാൻ നടന്നു വന്നപ്പോ എനിക്ക് കഴുത്താണ് അത് രണ്ട് വിഭാഗക്കാരും അല്ല അഡ്മിഷൻ ആക്കാൻ ഏർപ്പാടാക്കാം. അപ്പൊ അത് കഴിഞ്ഞിട്ട് ഞാൻ വെറുതെ നടന്നു വരുമ്പോഴാണ് എനിക്ക് കഴുത്തിന്റെ ഇവിടെ നല്ല പെയിൻ ഉണ്ട്. അഡ്മിഷൻ ഹോസ്പിറ്റലിലേക്ക് പോട്ടെ. പരിക്കുണ്ട്. ശരി ശരി. ഞാൻ കേൾക്കാൻ റെയിൽവേ സ്റ്റേഷനിലാണ്. ഫെലിക്സ് മന്ത്രി തന്നെ പറയുന്നുണ്ട് മന്ത്രിക്ക് ഏറ്റ ബുദ്ധിമുട്ടും നേരിടേണ്ടി വന്ന പ്രതിഷേധം അങ്ങനെ ഉണ്ടായ ദേഹാസ്വാസ്ഥ്യം കൈക്ക് പരിക്കേറ്റതായി തന്നെ പറയുന്നുണ്ട്. എന്താണിപ്പോൾ മനസ്സിലാക്കാൻ കഴിയുന്നത്? ആരോഗ്യമന്ത്രി ആശുപത്രിയിലേക്ക് മാറ്റിയിട്ടുണ്ടോ? ലഭ്യമാകുന്ന ഏറ്റവും പുതിയ അപ്ഡേറ്റ്. ഫ്രഞ്ച് മന്ത്രി ഇപ്പോൾ കണ്ണൂർ ജില്ലാ ആശുപത്രിയിലാണ് പ്രവേശിപ്പിച്ചിട്ടുള്ളത്. കണ്ണൂർ റെയിൽവേ സ്റ്റേഷനിൽ വെച്ചാണ് കേസിന്റെ പ്രതിഷേധമുണ്ടായത്. വന്ദേ ഭാരത് ട്രെയിന് കണ്ണൂരിൽ നിന്നും മടങ്ങാനായാണ് മന്ത്രി കണ്ണൂർ റെയിൽവേ സ്റ്റേഷനിലേക്ക് എത്തിയത്. ആ സമയത്താണ് മന്ത്രിക്കെതിരെ വലിയ പ്രതിഷേധം KSUവിന്റെ ഭാഗത്തുമുണ്ടായിരുന്നു. നേരത്തെ മന്ത്രിക്കെതിരെ യൂത്ത് കോൺഗ്രസിന്റെയും യൂത്ത് ലീഗിന്റെയും ഭാഗത്തു നിന്നും വലിയ പ്രതിഷേധമുണ്ടായിരുന്നു. അതിനുശേഷമാണ് KSU പ്രവർത്തകർ കണ്ണൂർ റെയിൽവേ സ്റ്റേഷനിൽ മന്ത്രിക്കെതിരെ പ്രതിഷേധിച്ചത്. ആ സമയത്താണ് മന്ത്രിക്ക് പരിക്കേൽക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായത്. സ്പീക്കർ AM ഷംസീർ അടക്കമുള്ളവർ ആ സമയത്ത് വന്ദേ ഭാരത് ട്രെയിന് പോകാനായി കണ്ണൂർ റെയിൽവേ സ്റ്റേഷനിൽ ഉണ്ടായിരുന്നു. ആ സമയത്ത് ഈ സ്പീക്കറുടെ മുന്നിൽ വെച്ചാണ് മന്ത്രിക്കെതിരെ പ്രതിഷേധം KSUവിന്റെ ഭാഗത്തും ഉണ്ടാകുന്നത്. ആ സമയത്ത് മന്ത്രിക്ക് പരിക്കേൽക്കുന്ന രീതിയിലേക്ക് പ്രതിഷേധം മാറി എന്നതാണ് മനസ്സിലാക്കുന്നത്. ഇപ്പോൾ ഏതായാലും കണ്ണൂർ ജില്ലാ ആശുപത്രി ഏറ്റവും പുതിയ ദൃശ്യങ്ങളാണ്, അതുകൂടി പ്രേക്ഷകർ കാണാം.